ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ താഴ്മയുള്ള വിശ്വാസ ജീവിതത്തിൽ ദൈവം നിന്നെ എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഒരു പരിച പോലെ കാത്തു സൂക്ഷിക്കും. ദൈവം അതിനുവേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു. അവൻ്റെ ദൂതന്മാരെ അയക്കുവാൻ വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. പാപപങ്കുലമായ ഈ ലോക ജീവിതത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും കരുതലോടുകൂടെ കാത്തിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, ശലോമൻ രാജാവ് നമ്മോട് ഇപ്രകാരമാണ് സംസാരിക്കുന്നത്. അവൻ്റെ ജ്ഞാനത്തിൽ നീ എപ്പോഴും ഓർത്തുകൊള്ളുക എന്ന് വചനം പറയുന്നു. അവൻ ജ്ഞാനിയായ ശലോമോൻ രാജാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യമൊക്കെയാണ്. ദൈവവചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ സകല വചനങ്ങളും ശുദ്ധി ചെയ്തതാകുന്നു, അതിലാശ്രയിക്കുന്നവർ അവൻ പരിച തന്നെ. ഈ ദൈവവചനം എല്ലാം ശുദ്ധി ചെയ്തവയാകുന്നു, എല്ലാം പരിശുദ്ധമായതാകുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരം ശുദ്ധി ചെയ്തവയാകുന്നു. അതുകൊണ്ട് നാം ഒന്നിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിനെ ആശ്രയിക്കുന്നവർക്ക് ദൈവവചനം എന്ന് പറയുന്നത് ഒരു പരിച തന്നെ. ഈ ലോകത്തിൽ നാം പാപത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു പരിചയമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവവചനം എപ്പോഴും ആശ്രയിക്കുന്നു. ദൈവവചനം എപ്പോഴും നമ്മെ കരുതിക്കൊണ്ടിരിക്കുന്നു. നാം അതിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു പരിചയമായി, നമുക്കൊരു ദൈവസന്നിധിയിൽ നമുക്കൊരു പരിചയമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവവചനം എപ്പോഴും ഉണ്ട്. നാം അതിൽ ആശ്രയിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം താഴ്മയോടുകൂടെ തന്നെ അതിൽ ആശ്രയിക്കുക. അപ്രകാരം ആശ്രയിക്കുമ്പോൾ നമുക്ക് നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരും എഴുതി ചേർക്കുമെന്ന് വചനം പറയുന്നു. ഈ വചനമൊക്കെയും നമുക്ക് ഒരു ആശ്വാസമായി എപ്പോഴും ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇവിടെ വചനം പറയുന്നു, ആ സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഇവിടെ വചനം പറയുന്നു, നീ എന്ത് ചെയ്യുക, നീ തന്നെ നിനക്കൊരു ലോകം ഉണ്ടാക്കിയെടുക്കരുത്. സ്വന്തമായ ഒരു ലോകം നീ നിർമ്മിച്ചെടുക്കരുത്. നീ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. നിനക്ക് ചിന്താഗതി മാറ്റിയെടുത്തുകൊണ്ട് നീ ലോകത്തിൽ ഭരമേൽപ്പിക്കുക. ലോകത്തിൻ്റെ ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കുക. ദൈവരാജ്യത്തിൽ നീ ദൈവത്തിൽ നിൻ്റെ ലോകം ചിന്തിക്കുക. അപ്രകാരം ചിന്തിക്കുമ്പോൾ നിനക്ക് ദൈവരാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക. ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് മാറി ചിന്തിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവവുമായിട്ട് ഒരു ലോകം സൃഷ്ടിക്കുക. സ്വന്തമായി നീ ജ്ഞാനിയായി തോന്നരുത്. നീ സ്വന്തമായി ജ്ഞാനിയായെന്നൊരു ചിന്ത നിന്നിലുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ അത് ഭോഷത്വം അത്രേ. ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് സഖരിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം, സഖരിയ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീ അവിടെ യോശുവ എന്ന മഹാപുരോഹിതനെ വിധിക്കുവാൻ തക്കവണ്ണം സാത്താൻ അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവനെ കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം സാത്താൻ അവൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു. ദൈവദൂതൻ അവൻ്റെ ഇടതു ഭാഗത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ വചനമൊക്കെയും വായിക്കുമ്പോൾ ആ യോശുവ എന്ന മഹാപുരോഹിതൻ തൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇതാ കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം സാത്താൻ അവിടെ ആയിരിക്കുന്നു. അപ്രകാരം നല്ലൊരു മനുഷ്യൻ ആയിരുന്ന യോശുവയെ പോലും കുറ്റം ചുമത്തുവാൻ സാത്താൻ അവിടെ ആയിരിക്കുമ്പോൾ നമ്മെ എത്രത്തോളം ആയിരിക്കും, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആയിരിക്കും. ഈ പാപപങ്കുലമായി നാം ജീവിക്കുമ്പോൾ നാം എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ മാറി ചിന്തിക്കുക. അപ്രകാരം ദൈവസന്നിധിയിൽ മാറി ചിന്തിക്കുമ്പോൾ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ യോശുവ ഇപ്രകാരം നിൽക്കുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കർത്താവ് നിന്നെ ഫത്സിക്കുന്നു എന്ന് പിശാചിനടുത്ത് ദൈവം പറയുന്നു. പിശാചിനോട് പറയുന്നു, ദൈവം നിന്നെ ഫത്സിക്കുന്നു, നീ മാറിപ്പോകുക, എൻ്റെ മഹാപുരോഹിതനായ യോശുവയെ വിട്ട് മാറിപ്പോകുക എന്ന് ദൈവം ഉറച്ച് അവിടെ പറയുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം യോശുവയെ പോലെ നമ്മളെയും പറയണമെങ്കിൽ നാമും നമ്മുടെ വിശ്വാസ ജീവിതം മുറുകെ പിടിക്കുന്നവരായിത്തീരണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിത്തീരണം. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരായിത്തീരുമ്പോൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. ദൈവം
ഒരു പരിച പോലെ അവൻ്റെ വചനം നമുക്ക് വേണ്ടി അയക്കും, ഒരു പരിച പോലെ തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുമെന്ന് ദൈവവചനം പറയുന്നു. അപ്രകാരം ദൂതന്മാർ നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പിശാച് നമ്മെ തട്ടിക്കളയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ നമ്മെ തകർക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അയക്കുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നു. നമുക്ക് സങ്കീർത്തനം 34 അധ്യായം അതിൻ്റെ 7 വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ തൻ്റെ ദൂതന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ രക്ഷിക്കുന്നു എന്ന് വചനം പറയുന്നു. അപ്രകാരം രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെ രക്ഷിച്ച് നമ്മെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല, നാം ഒന്നിലും പ്രതികൂല സാഹചര്യം വരേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സാത്താൻ്റെ എല്ലാ പിടിപാടുകളിൽ നിന്നും, എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കും, അവൻ നമ്മെ വീണ്ടെടുക്കും, അവൻ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു വിധമായ മാറ്റവുമില്ല. ദൈവവചനം പറയുന്നു, യോശുവ എന്ന മഹാപുരോഹിതൻ അപ്രകാരമായിരുന്നപ്പോൾ അവനെ കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം സാത്താൻ ആയിരിക്കുന്നത് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം, ദൈവസന്നിധിയിൽ അവൻ ഉടുത്തിരുന്ന മുഷിഞ്ഞ വസ്ത്രത്തെയാണ് കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം സാത്താൻ ആയിരുന്നത്. അപ്രകാരം ആയിരിക്കുമ്പോൾ ദൈവം അത്രത്തോളം യോശുവയെ കരുതി, യോശുവയെ ആ വസ്ത്രത്തിൽ നിന്നൊക്കെ മാറ്റി അവനെ വെണ്മ വസ്ത്രം ഉടുപ്പിച്ചുകൊണ്ട് അവനെ നീതിയിലേക്ക് കടത്തുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം നമ്മെ ഇത്രയും ചെറിയൊരു കാര്യം പോലും ദൈവസന്നിധിയിൽ വളരെ വലിയ കാര്യമാകുന്നു, വലിയ തെറ്റാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സാത്താൻ, ഈ സാത്താനെ മാറുവാൻ തക്കവണ്ണം, ഈ സാത്താനെ മാറി ചിന്തിക്കുവാൻ തക്കവണ്ണം, ഈ സാത്താനെ നമ്മിൽ നിന്ന് മാറ്റി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ ശുശ്രൂഷിക്കുക തന്നെ ചെയ്യും, ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, ദൈവം നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ഭയപ്പെടേണ്ടത് ദൈവത്തിൽ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക, അവൻ നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു ഭാരങ്ങളിലും അല്ലെങ്കിൽ പ്രയാസങ്ങളിലും കഷ്ടതയിലും ഒന്നിലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് മുന്നിട്ട് ജീവിക്കുക. നിൻ്റെ വിശ്വാസ ജീവിതം വലിയതാകുന്നു, നിൻ്റെ വിശ്വാസ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് വിശ്വസിച്ചുകൊണ്ട് താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് ആയിത്തീരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, തൻ്റെ ദൂതന്മാരെ അയക്കും. ഇവിടെ സിസ്റ്റർ എലഞ്ചി വൈറ്റ് പ്രകാരം പറയുന്നു, നീ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിൻ്റെ പ്രാർത്ഥന ദൈവാത്മാവ് അവിടെ എത്തിച്ച് കർത്താവായ യേശു ക്രിസ്തു അത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വചനം പറയുന്നു. ഈ സിസ്റ്റർ എലഞ്ചി വൈറ്റ് പറയുന്നു. അപ്രകാരം പ്രവാചകൻ നമ്മോട് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യമൊക്കെ ആകുന്നു. ആ വാക്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, പ്രവചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ദൂതന്മാരെ അയക്കും. നമ്മെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൂതന്മാരെ അയക്കുക തന്നെ ചെയ്യും. അത് ഒരു പരിച പോലെ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാ പ്രത്യാശയോടും കൂടി ദൈവസന്നിധിയിൽ ചെല്ലുക. നമുക്കൊരു പ്രത്യാശ ദൈവമാകുന്നു. അതുകൊണ്ട് മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല, ദൈവത്തിൽ മാത്രമാണ് രക്ഷ. ആ രക്ഷാപദ്ധതിയിൽ നാമും പങ്കാളികളാകുവാൻ ദൈവത്തിൻ്റെ വചനമാകുന്ന പരിചയം എടുത്തുകൊണ്ട് ഈ ലോകത്തോട് പോരാടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ പോരാട്ടത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാനും ദൈവവചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഓർമ്മപ്പെടുത്തലിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകണം. അല്ലാതെ നാം തന്നെ സ്വന്തമായി ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ഹീനമുള്ളതായിത്തീരുന്നു, നമുക്ക് ഏറ്റവും ഹീനപ്രവർത്തികളായിത്തീരുന്നു. നമ്മുടെ ലോകം ഉണ്ടാക്കിയെടുക്കുമ്പോൾ, നമ്മുടെ സ്വാർത്ഥമായുള്ളൊരു ലോകം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അരോചകമായി തീരുന്നു. എന്നാൽ നാം ദൈവസന്നിധിയിൽ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ, ദൈവത്തോടു കൂടെ നാം ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുന്നു. ദൈവം ഒരിക്കലും മറ്റുള്ളവനെ ഹനിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ സഹവിശ്വാസികളെ ഹനിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ജ്ഞാനമല്ല നമ്മളിൽ പ്രദാനം ചെയ്യുന്നത്. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാ
ദൈവാത്മാവ് പ്രവർത്തിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ജ്ഞാനമത്രേ ദൈവം നമ്മളിൽ ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നിലും നീ ഭയപ്പെടേണ്ട. നിന്നെ പ്രതികൂലങ്ങളിൽ നിന്ന് പോലും സംരക്ഷിക്കുവാൻ തക്കവണ്ണം യോഗ്യനായി തീരുന്ന ഒരു രക്ഷിതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നീ ഒന്നിനും ഭാരപ്പെടേണ്ട. നിന്നെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, ലൂക്കോസ് എഴുതിയ ലേഖനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലിനേക്കാളും നീ ഭംഗിയുള്ളവത്രേ, നിങ്ങൾ വിശേഷതയുള്ളതത്രേ എന്ന് ഇവിടെ വചനം പറയുന്നു. അതുകൊണ്ട് നീ ഒന്നിലും ഭാരപ്പെടേണ്ട. നിന്നെ ഏറിയ കുരുകിലിനേക്കാളും നീ വിശേഷമുള്ളതായിരുന്നു. നിൻ്റെ തലയിലെ ഒരു മുടി പോലും ദൈവം എണ്ണിയിരിക്കുന്നു. നിൻ്റെ തലയിലെ മുടികൾ പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത്രത്തോളം സംരക്ഷിക്കുന്ന, അത്രത്തോളം നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ തക്കവണ്ണം, നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുവാൻ തക്കവണ്ണം അവനെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ആ ഒരു ദൈവത്തിൽ നാം വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക. അപ്രകാരം വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. ദൈവം നമുക്ക് വേണ്ടി ഒരു ലോകം സൃഷ്ടിക്കും. അവൻ്റെ ജ്ഞാനം നമ്മളിൽ പ്രധാനമാകും. ആ ദൈവിക ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നാം ജീവിക്കുക. അപ്രകാരം ദൈവിക ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. അവനിൽ സന്തോഷം കണ്ടെത്തുവാനും സൗമ്യത കണ്ടെത്തുവാനും താഴ്മയുള്ളവനായും നാം ജീവിക്കുക തന്നെ ചെയ്യും. ഇവിടെ വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് സദൃശ്യവാക്യം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യർ ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ഇവിടെ വചനം പറയുന്നു, മനുഷ്യന് ചൊവ്വായി തോന്നുന്ന വഴികളെല്ലാം അത് ശരിയാണ് എന്ന് നമ്മൾ തോന്നി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി എന്ന്, ഐ ആം ദ ബെസ്റ്റ്, അതായത് ഞാനാകുന്നു വലിയവൻ എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികളെല്ലാം പാപം നിറഞ്ഞ ചിന്താഗതികളാകുന്നു. പാപം നമ്മെ നയിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ അകന്നു പോകുന്ന ചിന്താഗതികളാണ് പാപത്തിൻ്റെ ചിന്താഗതികൾ. ആ പാപത്തിൻ്റെ ചിന്താഗതികൾ മറ്റുള്ളവനെ ഹനിക്കുവാൻ തക്കമുള്ള ചിന്താഗതികളാണ്. അവനെ മരണത്തിലേക്ക് നയിക്കുവാനുള്ള ചിന്താഗതികളാണ്. അതുപോലെ തന്നെ നമ്മെയും ആ രക്ഷിതാവിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാ പദ്ധതികളെല്ലാം നശിച്ചു പോകുന്ന ഒരു ചിന്താഗതികളാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് നാം അതിൽ നിന്നെല്ലാം വേറിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജ്ഞാനമല്ല വലുത്, ദൈവിക ജ്ഞാനം എന്നിലുണ്ടാകണമേ എന്ന് ഒരു ഭയഭക്തിയോടുള്ള പ്രാർത്ഥനയാണ് നമുക്കിവിടെ ആവശ്യം. അപ്രകാരമുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ യോശുവയെ പ്രൊട്ടക്റ്റ് ചെയ്തതുപോലെ, യോശുവയെ സംരക്ഷിച്ചതുപോലെ ദൈവം നമ്മെയും സംരക്ഷിക്കും. ദൈവം നമുക്ക് വേണ്ടിയും സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ സന്തോഷിച്ചു കൊള്ളുക. ഇവിടെ വചനം പറയുന്നു, പാപിയായ മനുഷ്യൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കുന്നവനല്ല. പാപത്തെ എപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ഒരു ദൈവം പൈതലല്ല. അവൻ ദൈവത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന, ദൈവത്തിൻ്റെ ഹീനപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ദൈവ പൈതലത്രേ. അവൻ സാത്താൻ്റെ പൈതലത്രേ. സാത്താനെ ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലത്രേ എന്ന് വചനം പറയുന്നു. ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി ദൈവത്തിൻ്റെ സ്വഭാവമുള്ള, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത അവനിലുണ്ടായിരിക്കും. അവനെപ്പോഴും ദൈവത്തോട് കൂടെ ഇരുന്ന ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരും. എന്നാൽ സാത്താനിൽ നിന്ന് പ്രവർത്തിക്കുന്ന സന്തതിയോ അവൻ ഏറ്റവും ഹീനമായി പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വഴിയെ പോയി ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകുന്ന ജ്ഞാനമുള്ളവനായിത്തീരുന്നു. അപ്രകാരം ജ്ഞാനമുള്ളവനെ നമ്മൾ പ്രകാരം പറയുന്നു, സ്വന്തമായി ലോകം സൃഷ്ടിക്കുന്നവനെന്ന് ദൈവവചനം പറയുന്നു. ഒരു ദൈവവചനം കൂടെ പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3:4 പ്രകാരം പറയുന്നു, പാപം അവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അധർമ്മം എന്നാൽ സഹജീവികൾക്ക് ധർമ്മം പാപം അധർമ്മം തന്നെ എന്ന് പറയുന്നു. ധർമ്മം ചെയ്യാത്തവനാകുന്നു അധർമ്മി എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് അധർമ്മം തന്നെ. ഈ അധർമ്മം ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകം ഇന്ന് പാഞ്ഞുകൊണ്ട് നടക്കുന്നു. സമയം ഇല്ലാത്തതുപോലെ അവർ പാഞ്ഞുകൊണ്ട് നടക്കുന്നു. അധർമ്മികളായ സംഘങ്ങൾ എപ്പോഴും മനുഷ്യനെ ഹനിക്കുവാൻ തക്കവണ്ണം, ദൈവം നൽകിയിട്ടുള്ള ജീവൻ എടുക്കുവാൻ തക്കവണ്ണം പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ ഒരു ലോകത്തിലായിരിക്കുന്നു നാം ജീവിക്കുന്നത്. എപ്പോഴും അധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകം, ദൈവത്തിൻ്റെ നിയമങ്ങളെല്ലാം തെറ്റാണ് എന്ന് നിരൂപിക്കുന്ന ഒരു ലോകം.
അപ്രകാരം ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, പാപം എന്ന് പറയുന്നത് അധർമ്മം തന്നെയാകുന്നു. ധർമ്മം ചെയ്യാതിരിക്കുന്നു. ധാർമ്മികളായ മനുഷ്യരെന്ന് പറയുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നു. ധർമ്മം ചെയ്യുക, സഹജീവികൾക്ക് നല്ലത് ചെയ്യുക, സഹജീവികളോട് സ്നേഹത്തോടുകൂടി പെരുമാറുക, ദൈവിക സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക, സഹജീവികളോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അവർക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ പരമേൽപ്പിച്ച് ചെയ്യുക, അവരോട് ആത്മാർത്ഥതയുള്ളവരായി തീരുക, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയുള്ളവരായി തീരുക. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഭംഗം വരുന്ന രീതിയിൽ നാം ഒരിക്കലും സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. കാരണം ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അവരൊരിക്കലും സ്വാർത്ഥരായി തീരുന്നില്ല. ദൈവസന്നിധിയിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന ഒരു ദൈവ പൈതലിനെയാണ് ദൈവത്തിന് ആവശ്യം. അപ്രകാരമായിരിക്കുമ്പോൾ നമ്മെ ദൈവവചനം മൂലം പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം, സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എപ്പോഴും ദൈവദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കും. തൻ്റെ സിസ്റ്റർ എലൻ ജി വൈറ്റ് ഇപ്രകാരം പറയുന്നു, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവഭക്തനെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. തൻ്റെ എല്ലാ ദൂതന്മാരെയും അതിനുവേണ്ടി അയക്കും. ഈ പാപത്തെ വിജയിക്കുവാൻ തക്കവണ്ണം എനിക്ക് ശക്തിയില്ല എന്ന് വിചാരിക്കുന്ന ദൈവ പൈതലിന് ദൈവത്തിൻ്റെ എല്ലാ ദൂതന്മാരെയും അയച്ച് ദൈവം സംരക്ഷിക്കുമെന്ന് സിസ്റ്റർ എലൻ ജി വൈറ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം ഒരു രക്ഷാപദ്ധതി, അപ്രകാരം ഒരു പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ നാം ആ പദ്ധതിയിൽ ഒരു ഭാഗമാകുക. നാമും ദൈവ പൈതങ്ങളെ പോലെ ചിന്തിക്കുക, ദൈവ പൈതലിനെ പോലെ നാം പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. അവൻ നമുക്ക് വഴിയും രക്ഷയുമായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു ആകുന്നു സത്യ വഴിയും ജീവനും. കർത്താവായ യേശുക്രിസ്തു ആകുന്നു നമ്മുടെ ജീവൻ്റെ വഴി എന്ന് പറയുന്നത്. നാം ആ വഴിയെ തന്നെ നയിക്കുവാനും ആ വഴിയിൽ തന്നെ താഴ്മയോടുകൂടി നാം നടക്കുവാനും ശ്രമിച്ചു കൊള്ളുക. കാരണം ആ പാതയിൽ കല്ലുകളുണ്ട്, മുള്ളുകളുണ്ട്. ആ പാത എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ പാതയാകുന്നു. ആ പാത എന്ന് പറയുന്നത് അത്യധികം ഭംഗിയുള്ളതല്ല. ഏറ്റവും കല്ലും മുള്ളും നിറഞ്ഞ, പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞ ജീവിത പാതയാകുന്നു. അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിച്ചു കൊള്ളുക, നാം ചിന്തിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ ചിന്താഗതികൾ എപ്രകാരമായിരിക്കുന്നോ അപ്രകാരമായിരിക്കും നമ്മുടെ ജീവിത വഴികളും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവിക ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന പൈതങ്ങളായി മാറുവാൻ തക്കവണ്ണം എപ്പോഴും ശ്രമിച്ചു കൊള്ളുക. ആ വഴിയെ തന്നെ നടന്ന് ദൈവത്തിൻ്റെ അന്ത്യത്തോളം എത്തുവോളം, സ്വർഗത്തിലെത്തുവോളം നിങ്ങളുടെ പാതകൾ സുസ്ഥിരമാക്കിക്കൊള്ളുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ മോഹങ്ങളിലൊന്നും പെടാതെ ദൈവം നിങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം ഒരു സൃഷ്ടി പോലും നഷ്ടപ്പെട്ടു പോകാതെ അതിനെ വീണ്ടെടുക്കണമെന്ന് ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കുന്ന ഒരു ദൈവമാകുന്നു നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഭാരപ്പെടരുത്, അല്ലെങ്കിൽ ഒരിക്കലും ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുപോകരുത്. ഒരിക്കലും നിങ്ങൾ അതിനുവേണ്ടി ഭാരപ്പെടരുത്. നിങ്ങളെപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഏർപ്പെടാതെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ ഭയപ്പെട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ വ്യർത്ഥമാക്കി കളയാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ് എങ്കിൽ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ കൂടെ നിർത്തുക തന്നെ ചെയ്യും. തൻ്റെ ഉള്ളം കയ്യിൽ ദൈവ പൈതലിനെ ആക്കുക തന്നെ ചെയ്യുമെന്ന് വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആണിപ്പാടുള്ള കരമേറ്റ ഒരു കരമാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്നത്. നിന്നെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്നത് ആണിപ്പാടേറ്റ കരമാകുന്നു. അതുകൊണ്ട് അതിന് യാതൊരു വിധമാവുന്ന ഭംഗപ്പാടുകളുമില്ല, അതിന് യാതൊരു വിധമാവുന്ന ഭാഗ്യതയും ഇല്ല, അല്ലെങ്കിൽ അതിലൊരു യാതൊരു വിധമാവുന്ന അപാകതകളും ഇല്ല. അതുകൊണ്ട് നീ ഓർത്തുകൊള്ളുക, ദൈവവചനത്തെ ഓർത്തുകൊള്ളുക, ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുക. അത് സത്യവചനമാകുന്നു, അത് നീതിയുള്ളവയാകുന്നു, അത് പരിശുദ്ധമായ വചനമാകുന്നു. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുക. ആ ആത്മാവിൽ വിശ്വസിച്ച് ആത്മാവിൻ്റെ കാര്യസ്ഥനെ നിനക്ക് വേണ്ടി അയച്ചിരിക്കുമ്പോൾ അതിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളവനായി തീരുക. അപ്രകാരമായിരിക്കുമ്പോൾ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവം നിനക്ക് നന്മകൾ ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ വചനം പറയുന്നു, 1 യോഹന്നാൻ 3:5-6 വാക്യങ്ങൾ പറയുന്നു, പാപങ്ങൾ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. പാപങ്ങളെ നീക്കുവാൻ തക്കവണ്ണം അവൻ പ്രത്യക്ഷനായി, അവനിൽ എന്തില്ല? പാപമില്ല എന്ന് വചനം പറയുന്നു. അവനിൽ ഒരു പാപവുമില്ല, അവൻ ഒരു പാപവും രുചിച്ചറിഞ്ഞുമില്ല.
പാപങ്ങളെ നീക്കുവാൻ വേണ്ടി ആയിരിക്കുന്നു. ആ വചനം തന്നെ താഴോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല എന്ന് വചനം പറയുന്നു. പാപം ചെയ്യുന്നവൻ ആരും അവനെ അറിഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ മോഹത്തിൽ നിന്നുകൊണ്ട്, ലോകത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ, നാം പ്രവർത്തിക്കുമ്പോൾ നോക്കിക്കൊള്ളുക, നാം പാപത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നാം പാപത്തിൽ അധീനതായിരിക്കൊണ്ടിരിക്കുന്നു. പാപം നമ്മെ കീഴ്പ്പെടുത്തുന്നു, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ട് നാം പാപത്തിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കുക. കാരണം കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു ഒരിക്കലും പാപം അറിഞ്ഞിട്ടില്ല. അവനൊരിക്കലും പാപമാകുവാൻ സാധിക്കുകയില്ല. കാരണം അവനാകുന്നു നമ്മുടെ രക്ഷിതാവ്, അവനാകുന്നു നമ്മുടെ മഹാപുരോഹിതൻ, അവനാകുന്നു നമ്മെ വീണ്ടെടുത്തത്. അതുകൊണ്ട് അവനൊരിക്കലും പാപമില്ല. അതുകൊണ്ട് നമ്മിലും പാപമില്ലാത്തൊരു വിശ്വാസ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം നിങ്ങൾ നിവൃത്തിയാക്കി കൊടുക്കുക. നിങ്ങളിൽ പാപം ജനിപ്പിക്കുവാൻ തക്കവണ്ണം ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. എനിക്ക് ഒന്നിനും ശക്തിയില്ല, എൻ്റെ ദൈവമേ എന്നെ നീ അവിടെ നിന്ന് കാക്കണമേ, എന്നെ പരിപാലിപ്പിക്കണമേ എന്ന് ഉറച്ച ഒരു തീരുമാനങ്ങൾ നമ്മുടെ മുൻ പിതാക്കന്മാർ എടുത്തിരിക്കുന്നു. മുന്നോട്ട് ഉള്ള വചനങ്ങളും നമ്മൾ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം പോരാട്ട വീരന്മാരുടെ വ്യക്തിപരമായ വിജയഗാഥകൾ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ വിജയഗാഥകൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും താഴ്മപ്പെട്ടതായിരുന്നു. ദൈവിക വചനത്തിൽ അധിഷ്ഠിതമായി ദൈവം അവരെ സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വിജയിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അവരുടെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അതുപോലെ നാമും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാമും ഉറച്ച് വിശ്വസിക്കുക, ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ദൈവം നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. ഇവിടെ ദൈവവചനം നമ്മെ വീണ്ടും ഓർപ്പിക്കുന്നു, അവനിൽ പാപമില്ല, അവനെപ്പോഴും നമ്മോട് കൂടെ തന്നെ ഇരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. നാം അവനോട് കൂടെ ഇരിക്കുക. ഇവിടെ വചനം പറയുന്നു, ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുക, അല്ലാത്തതൊക്കെയും പാപമത്രേ എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം എപ്പോഴും ഓർമ്മയോടുകൂടെ ഇരിക്കുക. ശബദാകുന്ന വിശ്വാസം നാം മുറുകെ പിടിക്കുമ്പോൾ ശബദിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്രകാരം വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി, ദൈവവചനത്തിൻ്റെ സംരക്ഷണയോടുകൂടി ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കും. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ വലതുഭാഗത്തുണ്ട്. അവൻ്റെ പ്രാർത്ഥനകൾ നമുക്കുണ്ടാകും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിയുമുള്ള ദൈവമേ കർത്താവേ, അടിയങ്ങളിതാ അങ്ങയുടെ വചനവുമായി നിൽക്കുന്നു. അങ്ങ് സംസാരിക്കുമാറാണമേ, പ്രവർത്തിക്കുമാറാണമേ കർത്താവേ. ഈ വചനങ്ങളൊക്കെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാവർത്തികമാക്കുവാനും കർത്താവേ, അങ്ങ് ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഞങ്ങൾക്ക് വിശ്വാസ ജീവിതം വിജയിക്കുവാനും ഞങ്ങളോട് കൂടെ ഉണ്ടാകുന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ദൈവമേ യേശുവേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ ദൈവമേ യേശുവേ നീ ഇവിടുന്ന് കരുതുമാറാണമേ, കൂടെ ഇരിക്കുമാറാണമേ. മാനവും മഹത്വവും അങ്ങ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.